ഇനി ശബരിമല സ്വർണ്ണക്കൊള്ളയിലേക്കാണ്. കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന്റെ റിമാൻഡ് കാലാവധി നീട്ടി. 14 ദിവസത്തേക്ക് കൂടിയാണ് നീട്ടിയത്. എല്ലാം ചെയ്തത് പത്മകുമാറാണെന്നാണ് മറ്റുള്ളവരുടെ മൊഴിയെന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് എല്ലാം അയ്യപ്പൻ നോക്കിക്കോളുമെന്നായിരുന്നു പത്മകുമാറിന്റെ മറുപടി. കടകംപള്ളിയാണോ ദൈവതുല്യൻ എന്ന ചോദ്യത്തിന് മാധ്യമങ്ങളെ ഉന്നം വെച്ച് ശവം തീനികളല്ല എന്നായിരുന്നു മറുപടി. പറഞ്ഞിരുന്നു ആരാണെന്ന് പല വേട്ടനായ്ക്കളല്ല സാറേ. ഈ എല്ലാത്തിനും സാറിന്റെ പേര് മാത്രമാണ് ഇപ്പൊ മൊഴി ഇത് പ്രതികളെല്ലാം പറഞ്ഞിരിക്കുന്നത്. സഖാവ് പറഞ്ഞിട്ടാണ് ചെയ്തതെന്നാണ് ഇപ്പോൾ നോക്കാം. അയ്യപ്പൻ നോക്കിയോളും. ഈ കടകംപള്ളിയാണോ ദൈവതുല്യൻ? കടകംപള്ളിയാണോ ദൈവതുല്യൻ? ഏതായാലും ശവന്തീനികളല്ല. ലിജോ റോളൻസ് വിവരങ്ങൾ നൽകും. ലിജോ, റിമാൻഡ് കാലാവധി നീട്ടി നൽകുകയാണ് കോടതി ചെയ്തിട്ടുള്ളത്. അതിനുശേഷം പുറത്തിറങ്ങിയപ്പോഴാണ് പത്മകുമാറിന്റെ പ്രതികരണം വന്നിട്ടുള്ളത്. എന്താണ് ആ പ്രതികരണത്തിനകത്തൊളിഞ്ഞിരിക്കുന്നത്? ദിവ്യ, ഇന്ന് റിമാൻഡ് നീട്ടുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതിയിൽ ഹാജരാക്കി തിരികെ ഇറങ്ങുന്ന സമയത്തായിരുന്നു മാധ്യമങ്ങൾ എ പത്മകുമാറിന്റെ പ്രതികരണം ആരഞ്ഞത്. മാസങ്ങൾക്ക് ശേഷമാണ് മാധ്യമങ്ങൾക്ക് മുൻപിൽ എ പത്മകുമാർ പ്രതികരിക്കുന്നത് എന്നുള്ള ഒരു പ്രത്യേകതയുണ്ട്. ആദ്യം അറസ്റ്റിലായ സമയത്തായിരുന്നു ദൈവതുല്യനുണ്ട് എന്നുള്ള രീതിയിലുള്ള ഒരു പ്രതികരണം നടത്തിയത്. ഇന്നത്തെ ആദ്യ ചോദ്യം ഇതായിരുന്നു, ദൈവതുല്യൻ ആരാണ് എന്നുള്ളൊരു ചോദ്യം ആവർത്തിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു. എന്തായാലും വേട്ടനായ്ക്കൾ അല്ല എന്നുള്ള രീതിയിൽ മറുപടി പറഞ്ഞു. രണ്ടാമത്തെ ചോദ്യം, എല്ലാം ചെയ്തത് പത്മകുമാർ എന്നാണല്ലോ പ്രതികൾ മൊഴി നൽകിയിരിക്കുന്നത് എന്നുള്ള ചോദ്യം ചോദിച്ചപ്പോൾ പറഞ്ഞത് എല്ലാം അയ്യപ്പൻ നോക്കിക്കോളും എന്നുള്ളൊരു കാര്യമാണ് മറുപടിയായി നൽകിയത്. മൂന്നാമത്തെ ചോദ്യത്തിലാണ് മാധ്യമങ്ങൾക്കെതിരെ കൂടെ കടന്നാക്രമിച്ചുകൊണ്ട് ഒരു മറുപടി നൽകിയത്. കടകംപള്ളിയാണോ ഈ ദൈവതുല്യൻ ചോദിച്ചപ്പോൾ എന്തായാലും വേട്ടനായ്ക്കളല്ല എന്നുള്ളൊരു ശവന്തീനികളല്ല എന്നുള്ളൊരു മറുപടിയായിരുന്നു നൽകിയത്. എന്താ ആ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം വാഹനത്തിൽ കയറുകയും പോവുകയും ചെയ്തു. പത്മകുമാർ എന്തൊക്കെയോ കാര്യങ്ങൾ പറയാനുണ്ട് എന്നുള്ളൊരു കാര്യം സാധാരണയായി ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മറുപടിയും നൽകാതെ മടങ്ങിപ്പോകാറുള്ള പത്മകുമാറായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇന്നുണ്ടായിരിക്കുന്ന പ്രധാന കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, പത്മകുമാറിനെ 14 ദിവസത്തേക്ക് കൂടെ റിമാൻഡ് ചെയ്തിരിക്കുന്നു. മറ്റൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത്, പത്മകുമാർ രണ്ടാമത്തെ കേസിൽ ദ്വാരപാലക ശില്പങ്ങളുടെ കേസിൽ ഇന്ന് കോടതിയിൽ ജാമ്യ ഹർജി ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ വാദം കേട്ടിട്ടുണ്ടായിരുന്നു. വാദം പൂർത്തിയായതിനെ തുടർന്ന് ജനുവരി 7-ന് വിധി പറയുന്നതിന് വേണ്ടി ആ ജാമ്യ ഹർജി വിധി പറയുന്നതിന് വേണ്ടി മാറ്റുകയും ചെയ്തിട്ടുണ്ട്. അതൊരു നിർണായക ദിവസമാണ്. സ്വാഭാവികമായി ഇതുവരെയും ഹൈക്കോടതിയിൽ നിന്ന് പോലും പ്രതികൾക്കാർക്കും തന്നെ ഇതുവരെയും ജാമ്യം ലഭിച്ചിട്ടില്ലാത്ത സാഹചര്യത്തിൽ കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം നൽകുന്നതിന്റെ സാഹചര്യവും കുറവാണ്. മൂന്നാമത്തെ കാര്യം, ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും ഒപ്പം തന്നെ ഗോവർദ്ധനും ഭണ്ഡാരിക്കും വേണ്ടിയും കസ്റ്റഡി അപേക്ഷ ഇന്ന് പ്രത്യേക അന്വേഷണ സംഘം ഫയൽ ചെയ്തിട്ടുണ്ട്. അത് ഫയലിൽ സ്വീകരിക്കുകയും നാളെ പ്രതികളെ ഹാജരാക്കുന്നതിന് വേണ്ടിയുള്ള പ്രൊഡക്ഷൻ വാറന്റ് ഇഷ്യൂ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും പ്രതികൾ 3 പേരെ നാളെ ഹാജരാക്കുകയും ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ 1 ദിവസത്തേക്കായിരിക്കും മിക്കവാറും കസ്റ്റഡിയിൽ നൽകുക എന്നുള്ളൊരു കാര്യമാണ് മനസ്സിലാക്കുന്നത്. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഗോവർദ്ധനൊക്കെ മൊഴി ലഭിച്ചതിന് ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തിട്ടില്ല. അത് നിർണായകമാണ്. മാത്രമല്ല ഡി മണിയെ ഉൾപ്പെടെ ചോദ്യം ചെയ്യുന്നുണ്ട്. മണിയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളെല്ലാം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധമുണ്ട് എന്നുള്ള കാര്യമാണ്. അപ്പോൾ അക്കാര്യങ്ങളിൽ വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൂടെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടുന്നത്. മൂവരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനുള്ള ഒരു സാഹചര്യവും പ്രത്യേക അന്വേഷണ സംഘം തള്ളിക്കളയുന്നില്ല. ദിവ്യ, ലിജോ, മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ? അല്ലെങ്കിൽ പത്മകുമാർ എല്ലാം അറിഞ്ഞ് ചെയ്തു എന്ന് പറയുമ്പോഴും അതിനുള്ള മറുപടി എല്ലാം അയ്യപ്പൻ നോക്കിക്കോളും എന്നാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് ആരിലേക്കെങ്കിലും വിരൽ ചൂണ്ടുന്ന ഒരു തരത്തിലുള്ള ഒരു പ്രതികരണം നൽകാൻ ഇപ്പോഴും പത്മകുമാർ തയ്യാറായിട്ടില്ല അല്ലേ? അത് തന്നെയാണ് പ്രധാന കാര്യം. ഇത്രത്തോളം എത്തി നിൽക്കുന്നു. സ്വാഭാവികമായും പ്രതികൾ തനിക്കെതിരെ മൊഴി നൽകുന്നു എന്നുള്ള വിവരമൊക്കെ അഭിഭാഷകൻ മുഖാന്തരമെങ്കിലും പത്മകുമാർ അറിഞ്ഞിട്ടുണ്ടാകും. അതൊക്കെ അറിഞ്ഞിട്ടായിരിക്കാം ഒരുപക്ഷെ ഇന്ന് കാര്യം അയാൾ യാത്രക്കിടയിലല്ല, അവിടെ നിന്ന് മാധ്യമങ്ങളെ ഒന്ന് കണ്ട ചോദ്യത്തിന് മറുപടി പറഞ്ഞതിന് ശേഷമാണ് പോവുകയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ പത്മകുമാർ എന്തൊക്കെയോ പറയാനുണ്ട്. പക്ഷെ അത് പൂർണ്ണമായി പറയാനുള്ള ഒരു സമയമായിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് ഇപ്പോഴും സംശയത്തിലായിരിക്കുന്നത്. കോടതിയിലാണെങ്കിൽ തന്നെ ഇന്ന് കുടുംബാംഗങ്ങളെല്ലാം എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ഒരു അവസ്ഥയും കൂടെ അവരെയൊക്കെ കണ്ട് സംസാരിച്ചതിന് ശേഷമാണ് പത്മകുമാർ മടങ്ങുകയും ചെയ്തിരിക്കുന്നത്. ഇനിയും അടുത്ത കേസൊക്കെ പരിഗണിക്കുന്ന ദിവസം ഒരുപക്ഷെ കൂടുതൽ പ്രതികരണങ്ങൾക്കൊരു സാധ്യതയുണ്ട്. ഇന്ന് പക്ഷേ ഇത്തരത്തിൽ കൂടുതൽ പോലീസ് ബന്ദോബസ്തൊന്നും ഒരുക്കാത്തത് കൊണ്ടാണ് ഒരു പ്രതികരണം എടുക്കാനെങ്കിലും കഴിഞ്ഞിരിക്കുന്നത്. ഈ കേസിൽ എന്തായാലും പത്മകുമാറിനെ തന്നെയാണ്, അതായത് ഈ കൂടുതൽ മൊഴികളൊക്കെ രാമചന്ദ്രന്റെ ഉൾപ്പെടെ മൊഴികൾ പുറത്തു വരുന്ന സമയത്ത് അതെല്ലാം പത്മകുമാർ അറിഞ്ഞുകൊണ്ടാണ്, എല്ലാം പ്രസിഡന്റ് അറിഞ്ഞുകൊണ്ടാണ്. പ്രസിഡന്റ് പറഞ്ഞിടത്തൊക്കെ ഒപ്പിട്ടു എന്നുള്ളൊരു കാര്യം മാത്രമാണ് തങ്ങൾ ചെയ്തതെന്നുള്ള രീതിയിലാണ് അവരുടെ എല്ലാം മൊഴി വന്നിരിക്കുന്നത്. കൂടുതൽ കുരുക്കാകുമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആദ്യ പ്രതികരണം നടത്തിയ ദൈവതുല്യന്റെ പേരുൾപ്പെടെ അന്വേഷണ സംഘത്തിന് മുന്നിലെങ്കിലും ഇനി പത്മകുമാറിന് പറയാതെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല.